ശരി, അപ്പൊ എഴുതാത്തവരെ എന്റെ കൂടെ എന്ത് ചെയ്യണം? എഴുതി വരണം. ഇനി ശ്രദ്ധിക്കണം, ഇതുപോലെ ഒരു ചോദ്യം അതിന്റെ തൊട്ട് താഴെ 3/3 വേണ്ടി ചെയ്യാനുണ്ട്. അപ്പൊ ഇത് എങ്ങനെയാണോ ചെയ്യുന്നത് അതേ മോഡലിൽ വേണം ആ 3/3 എന്ത് ചെയ്യാനായിട്ട് ചെയ്യാനായിട്ട്. എന്തുവായിരുന്നു ചോദ്യം? ഇഫ് എ ഈസ് ഈക്വൽ ടു മെട്രിക്സ് 1 2 4 2. ഇനി എന്തോ പ്രൂവ് ചെയ്യണ്ടേ? ഡിറ്റർമിനന്റ് 2a ഈക്വൽ 4 ഇൻറ്റു ഡിറ്റർമിനന്റ് a. ഇതല്ലേ പ്രൂവ് ചെയ്യണ്ടേ? എഴുതാത്തവർ എന്റെ കൂടെ എഴുതിക്കോണം, എഴുതിയവര് സ്റ്റെപ്പ് കറക്റ്റ് ആണോ നോക്കിക്കോണം. അപ്പൊ ഇപ്പൊ തന്നേക്കുന്നത് മെട്രിക്സ് ആണ്. ഇതിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്തോ കിടക്കുന്നത്? ഡിറ്റർമിനന്റ് 2a. ഡിറ്റർമിനന്റ് അവിടെ നിൽക്കട്ടെ, അതിനകത്തുള്ള ആളെ പറഞ്ഞേ 2a എന്താണ്? അപ്പൊ 2a ഈക്വൽ 2 ഇൻറ്റു മെട്രിക്സ് 1 2 4 2. ഓക്കെ, ഇതെങ്ങനെ ഓപ്പറേറ്റ് ചെയ്യും? നമ്മൾ പരീക്ഷ എഴുതിയ അതിനകത്ത് കിടക്കുന്ന എല്ലാ എലമെന്റുകളെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. പറഞ്ഞാട്ടെ, മെട്രിക്സ് 2 4 8 4. ഇത് ഡിറ്റർമിനന്റ് 2a അല്ല, മെട്രിക്സ് 2a നമുക്ക് ആവശ്യം. അപ്പൊ ഡിറ്റർമിനന്റ് 2a ഈക്വൽ ഡിറ്റർമിനന്റ് 2 4 8 4. എങ്ങനെയാണ് 2/2 ഡിറ്റർമിനന്റ് ഓപ്പറേറ്റ് ചെയ്യുന്നത്? 2 ഇൻറ്റു 4 മൈനസ് 8 ഇൻറ്റു 4. 2 ഇൻറ്റു 4 എത്ര? 8 മൈനസ് മീനാക്ഷി 8 ഇൻറ്റു 4 എത്ര? 32. 8ൽ നിന്ന് 32 കുറച്ചാൽ മൈനസ് 20. കോൾ ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 1. ഇക്വേഷൻ നമ്പർ ഇങ്ങനെ ആയിരിക്കണം പരീക്ഷയ്ക്ക് ഉത്തരം എഴുതേണ്ടത്. ഇവിടെ കിട്ടിയോ? ഓക്കെ. മീനാക്ഷി ഇങ്ങനെ ആയിരിക്കും നമ്മൾ പരീക്ഷയ്ക്ക് എന്ത് ചെയ്യേണ്ടത്? ഉത്തരം എഴുതേണ്ടത്. ഓക്കെ. ഇനി ഇതിന്റെ റൈറ്റ് ഹാൻഡ് സൈഡ് എന്തുവാ? മോഡുലസോ 4 ഇൻറ്റു. അപ്പൊ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? എഴുതുക, ഡിറ്റർമിനന്റ് ഈക്വൽ ഡിറ്റർമിനന്റ് 1 2 4 2. 1 2 4 2. മെട്രിക്സിന്റെ വാല്യൂ മുറിച്ച് ഡിറ്റർമിനന്റ് ആക്കി. പറഞ്ഞാട്ടെ ഉത്തരം. 1 ഇൻറ്റു 2 മൈനസ് 4 ഇൻറ്റു 2. 1 ഇൻറ്റു 2 2 മൈനസ് 4 ഇൻറ്റു 2. 2ൽ നിന്ന് 8 കുറച്ചാൽ മൈനസ്. ഇതിനെ എന്തുകൊണ്ട് ഗുണിക്കണം? 4 കൊണ്ട്. 4 ഇൻറ്റു ഡിറ്റർമിനന്റ് എ ഈക്വൽ 4 ഇൻറ്റു മൈനസ് 6. 4 ഗുണം മൈനസ് 6 മൈനസ് 24. ക്വാളിറ്റാസ് ഇക്വേഷൻ നമ്പർ 2. അപ്പൊ ഒന്നാമത്തെ ഇക്വേഷനിൽ നമ്മൾ ഡിറ്റർമിനന്റ് 2a കണ്ടുപിടിച്ചു. രണ്ടാമത്തേനകത്തിൽ നമ്മൾ 4 ഇൻറ്റു ഡിറ്റർമിനന്റ് എ കണ്ടുപിടിച്ചു. ഇത് രണ്ടിന്റെയും പ്രത്യേകത ഈക്വൽ. അപ്പൊ ഫ്രം 1 ആൻഡ് 2 വിച്ച് ഇംപ്ലൈസ് ഡിറ്റർമിനന്റ് 2a ഈക്വൽ 4 ഇൻറ്റു ഡിറ്റർമിനന്റ് എ. നിങ്ങളിൽ പലരുടെയും പരീക്ഷയ്ക്ക് മാർക്ക് പോകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് പല കാര്യത്തെക്കുറിച്ചുള്ള കോൺസെപ്റ്റുകളൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട്, പക്ഷെ അത് പേപ്പറിൽ പ്രസന്റ് ചെയ്യേണ്ട രീതിയിൽ എഴുതത്തില്ല. ഈ ചോദ്യം പരീക്ഷയ്ക്ക് ചോദിച്ചാൽ ഇങ്ങനെ എഴുതുന്ന ഒരാളിനാണ് എന്ത് കിട്ടാൻ സാധ്യതയുള്ളത്? മാർക്ക് കിട്ടാൻ. അതിന് പകരം ഞാൻ ഇങ്ങനെ എഴുതി, അപ്പൊ ഉത്തരം കിട്ടി. ഇവിടെ ഇതുവരെ മാത്രം വരച്ച് കണ്ടുപിടിക്കാത്ത ഓപ്പറേഷനൊക്കെ ഓരോരുത്തർ കണ്ടുപിടിച്ചേക്കുന്നത്. ഡിറ്റർമിനകത്ത് നമ്പറിനെ വെളിയിലുള്ള കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് പുതിയ ഡിറ്റർമിനന്റ് വരെ കണ്ടുപിടിച്ചവരുണ്ട്. അങ്ങനെ ഒരു പ്രോപ്പർട്ടി അത് കുഴപ്പമില്ല. ഡിറ്റർമിനന്റിന്റെ വാല്യൂ കണ്ടുപിടിച്ചിട്ട് ആ കോൺസ്റ്റന്റിനെ വെളിയിലുള്ള കോൺസ്റ്റന്റ് കൊണ്ട് ഗുണിക്കാം. അല്ലാതെ മെട്രിക്സ് ചെയ്യുന്നത് പോലെ ഓരോ എലമെന്റുകളെയും ഡിറ്റർമിനന്റിൽ കോൺസ്റ്റന്റ് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ പിടി കിട്ടിയോ? ഹലോ, ഇപ്പൊ പിടി കിട്ടിയോ?